നമസ്കാരം. അയ്യോ, ഇത്താത്താക്ക് ഇത്രയും വിനയവും ഇത്രയും ക്ഷമാശീലവും ഇത്രയും സൗമ്യമായി പെരുമാറാനൊക്കെ അറിയായിരുന്നു. ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആ KSRTC ബസ്സിൽ കിടന്ന് പൊളന്ന പൊളപ്പ്. ഇപ്പോ കിട്ടേണ്ടത് കിട്ടിയപ്പോ താഴെ വന്നിട്ടുണ്ട്. കുലീന വസ്ത്രധാരിയായിട്ട് മറ്റേ ഫെൻഡി ഒന്നും കൈവശയില്ല. ഇപ്പോ സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ലുക്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറ്റിപ്പോയതിൽ ക്ഷമ പറഞ്ഞു അത്ര. ഏത് എൻ്റെ ബാത്റൂം എമർജൻസി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഈ ബാത്റൂം എമർജൻസി എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്കും വന്നിട്ടില്ല. ആദ്യത്തെ എക്സാമ്പിളാണ് നിങ്ങൾ കണ്ടത്. ബാത്റൂം എമർജൻസിക്ക് ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്താണ് ലൈവ് ഇടുന്നത്. കാര്യം അങ്ങനെയാണല്ലോ, ആ എമർജൻസി വന്നിരിക്കുന്ന സാധനം ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആ എമർജൻസി അങ്ങ് മാറും. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചു. എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ ചിലതിനൊക്കെ ഓരോ ഡോസ് ആവശ്യമാണ്. ആ ഡോസ് കിട്ടിക്കഴിയുമ്പോൾ ഇന്നലകളിൽ ഞാൻ ഇവിടുത്തെ ഒരു സമ്പന്നന്റെ അധികാര സ്വാധീനമുള്ള വ്യക്തിയുടെ വീട്ടിലെ കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഈ സമൂഹത്തിൽ ഇറങ്ങിയാൽ താഴേക്കിടയിലുള്ള മനുഷ്യരോടൊക്കെ അങ്ങ് ഹുങ്കെടുത്ത് കാട്ടും. എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങണം, അതിൽ പിന്നെ മറ്റു ഓരോ ഒപ്പീനിയനും ഇല്ല. ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ബെല്ലടിച്ചില്ലെങ്കിൽ ഗ്ലാസ് ഞാൻ അടിച്ചു പൊട്ടിക്കും. അതായിരുന്നല്ലോ കാട്ടിയത്. അങ്ങനെ കാട്ടിയ അതേ മഹതിയാണ് ഇന്നിപ്പോ നോക്കിയേ, നമുക്കെന്തോ തെറ്റുപറ്റി, നമ്മൾ ആ ദൃശ്യത്തിൽ ഒരാളെ തെറ്റിദ്ധരിച്ചു പോയതാണോ എന്ന സംശയത്തിലാണ് മറുപടി പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിനെ ഓവറായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പറ്റിപ്പോയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഫൈനും ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രശ്നവും സോൾവ് ആയിട്ടുള്ളതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വീഡിയോ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിങ് ആണ്. ഈ ഒരു കേസിനെ ഇവർ പലതുമായിട്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിട്ട വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുമെല്ലാം വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ബസ്സിലെന്ന് സംഭവിച്ചത്? ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ എന്താ കാരണം? ബസ്സിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് നിർത്തി തരാൻ വേണ്ടി. എവിടെ വെച്ചാ ബസ് കയറിയത്? ഞാൻ കോട്ടയ്ക്കൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ കോഴിക്കോട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു, വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗറായിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ്. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായതാണ്. അതായത് ഞാൻ ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി. അപ്പോൾ ഇതിന് ഒരുപാട് ബാഡായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. വളരെ ബാഡായിട്ടുള്ള കമൻസാണ് വന്നിട്ടുള്ളത്. പക്ഷേ പ്രശ്നമല്ല, കാരണം ഇപ്പം എന്തായാലും എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരിക്കും. ഓരോരുത്തരെ നമ്മൾ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാണ്ട് പലതും പറയാൻ അവർക്ക് കിട്ടിയാൽ മതിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ബസ്സിൽ തന്നെയുള്ള ഹാമർ എടുത്തിട്ട് ചില്ലടിച്ച് തകർക്കാം എന്ന് തോന്നാൻ എന്താ കാരണം? അത് അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിചാരിച്ച് വന്നിട്ടുള്ളൊരു കാര്യമല്ല, ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഓക്കെ എന്നത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. പിന്നെ എന്തുകൊണ്ട് ഈ പ്രതികരണം വന്നു എന്ന് പറഞ്ഞാൽ, വെള്ള പൂശാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളെ വിളിച്ചു പറയിച്ച് കൊണ്ടുവന്ന ഒരു പ്രതികരണം എടുപ്പിച്ചതിന്റെ പിന്നിലെ താല്പര്യവും നാട്ടുകാർ കൃത്യമായിട്ട് അറിയാം. കാര്യം പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ മാധ്യമങ്ങൾ പറന്നെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട്
ഇവിടെ വിശദീകരിക്കുകയാണ്. ഒന്നും പറയണ്ട. ഒന്ന്, ആ വീട്ടുകാരോട് ഉപദേശിക്കാനുള്ളത്, മക്കളെ വളർത്തുമ്പോൾ മാനവും മര്യാദയ്ക്കും പുറത്തിറങ്ങി ആൾക്കാരടുത്ത് പെരുമാറാൻ പറയണം. കാര്യം എന്ത് അത്യാവശ്യവും, ഇനിയിപ്പോൾ ബാത്റൂം എമർജൻസി തന്നെ ആകട്ടെ, ഈ നാട്ടിലെ മനുഷ്യർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണോ? അല്ലല്ലോ, എല്ലാ മനുഷ്യർക്കും സംഭവിക്കാം. സ്ത്രീയല്ലേ, അതെങ്ങനെ പറയാൻ പറ്റും? എന്നിരുന്നാലും റിക്വസ്റ്റ് ചെയ്യുന്നതിനൊരു മര്യാദയുണ്ട്. ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യർ യാതൊരു വിലയില്ലാത്ത രീതിയിൽ പെരുമാറിയതിന് ശേഷം ഞാൻ ഇങ്ങനെ സ്വിഫ്റ്റ് ബസ്സിൽ സ്റ്റോപ്പില്ലാത്തിടത്തു കൂടി സൂപ്പർ ഫാസ്റ്റ് ബസ് യാത്ര ചെയ്യുമ്പോൾ എനിക്കിവിടെ ഇറങ്ങണം എന്നങ്ങ് കൽപ്പിച്ചാൽ നടക്കുമെന്നൊക്കെ വാപ്പമാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല പുറത്ത്. വീട്ടിൽ വാപ്പാരടുത്ത് പറഞ്ഞാൽ വാപ്പ പറയാനടുത്ത് ചവിട്ടിത്തരും. പക്ഷേ പട്ടാപ്പകൽ ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അതിന് ചില ചിട്ടാവട്ടങ്ങളുണ്ട്. അത് ആ ബസ്സിൽ നടക്കുമോ നടന്നില്ലെങ്കിൽ എനിക്ക് ഇന്ന അത്യാവശ്യമെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരും മനുഷ്യരാണ്, അവരും കേൾക്കും. അതുകൊണ്ട് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ സൈബർ ബുള്ളിങ് ഉണ്ടാവുന്നെന്നൊക്കെ പറയുമ്പോൾ അത് സൈബർ ബുള്ളിങ് അല്ല, തെമ്മാടിത്തരം കാണിക്കുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന പ്രതികരണമാണ്. ആ സൈബർ ബുള്ളിങ് ഉണ്ടായെന്ന് മോങ്ങുമ്പോൾ ആദ്യം ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാരാണ്? മിടുക്കിയാകാൻ വേണ്ടി തന്നെയാണല്ലോ. ആ പാവപ്പെട്ട ജീവനക്കാരെ സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ച് സ്ത്രീ എന്ന പരിഗണനയുടെ കവചത്തിലിരുന്നു കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്യാൻ പരിശ്രമിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, പറ്റിപ്പോയി, ദാറ്റ്സ് ഓൾ. ഇനി മേലാൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇതിനപ്പുറത്തോട്ട് കൂടുതൽ മെഴുകലൊന്നും വേണ്ട എന്ന് മാത്രമേ ബ്രാൻഡഡ് ഇത്താത്തയോട് പറയാനുള്ളൂ.